പുതുപ്പാടി സുബൈദ കൊലക്കേസ് പ്രതി ആഷിഖിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ജയിലിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് ഇന്ന് താമരശ്ശേരി കോടതിയിൽ അപേക്ഷ നൽകും. മിഥില ബാലനുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. മിഥില, ഈ പ്രതിയെ പിടികൂടിയ സമയത്ത് പോലീസ് ജീപ്പിലിരുന്നുകൊണ്ട് ഫ്ലൈയിങ് കിസ് നൽകുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രചരിച്ചതാണ്. എന്താണ് ഇയാളുടെ പശ്ചാത്തലം? മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു? ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ കണ്ടതാണ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പരിഹാസ രൂപേണയുള്ള ഒരു പ്രതികരണമായിരുന്നു ആഷിഖിൻ്റെ ഭാഗത്തുനിന്നും വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും മറ്റും ജീപ്പിൽ കയറ്റുമ്പോഴൊക്കെ ഉണ്ടായത്. നിലവിലിപ്പോൾ ആഷിഖുള്ളത് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. ഇന്നലെയാണ് ആഷിഖിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ജയിലിൽ മാനസികാസ്വാസ്ഥ്യം, അതായത് ലഹരിക്ക് അടിമയാണ് ഇയാൾ. ലഹരി കിട്ടാത്തതുമായി ബന്ധപ്പെട്ട വിഭ്രാന്തികളും മറ്റുമാണ് അയാൾ ജയിലിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്നലെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഇന്ന് അന്വേഷണ സംഘം താമരശ്ശേരി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. 4 ദിവസത്തേക്കാണ് ഇപ്പോൾ അപേക്ഷ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ അപേക്ഷ നൽകിയാലും തന്നെ ഈ ഒരു ആഷിഖിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ ഒരു റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ മാത്രമേ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകുകയുണ്ടാവുള്ളൂ. പോലീസ് കസ്റ്റഡിയിൽ കിട്ടേണ്ടത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഈ ഒരു അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഉമ്മയെ, സുബൈദയെ ഇതിനു മുൻപും കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. എത്ര കാലമായി ആഷിഖ് ഇങ്ങനെ ഇത്തരത്തിൽ ലഹരിക്ക് അടിമയാണ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നതും അനിവാര്യമാണ്. ഇതൊക്കെ പറയുമ്പോഴും ആഷിഖിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ട ഡോക്ടറുടെ ഒരു റിപ്പോർട്ട് കൂടി കണക്കിലെടുത്തായിരിക്കും പോലീസ് കസ്റ്റഡിയിൽ വിടുക.